രാഷ്ട്രീയ സൈനിക സാഹചര്യങ്ങൾ ഇതിനകം തന്നെ സംഘർഷഭരിതമായിരിക്കെ ഏപ്രിൽ 5-ാം തീയതി ഇറാനിൽ നിന്നെത്തിയ റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര ശ്രദ്ധയെ വീണ്ടും ആ മേഖലയിലേക്ക് തിരിച്ചു. ഇറാനിയൻ മാധ്യമങ്ങളും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡുകളും അഥവാ IRGCയും മുന്നോട്ടുവച്ച അവകാശവാദങ്ങൾ പ്രകാരം കാണാതായ ഒരു അമേരിക്കൻ F-15E ഫൈറ്റർ ജെറ്റിന്റെ ക്രൂ അംഗത്തിനായി തിരച്ചിൽ നടത്തിയിരുന്ന മറ്റൊരമേരിക്കൻ വിമാനം തെക്കൻ ഇസ്ഫഹാനിൽ തകർത്തുവെന്നാണ് പറയുന്നത്. സംഭവത്തിന്റെ സമയം, വിവരങ്ങളുടെ വൈരുദ്ധ്യം, ഔദ്യോഗിക പ്രതികരണങ്ങൾ ഇവയെല്ലാം ചേർന്ന് ഈ സംഭവം ഒരു സാധാരണ സൈനിക അപകടമെന്നതിലുപരി ഒരു വലിയ ജിയോ പൊളിറ്റിക്കൽ സൂചനയായി മാറുകയാണ്. സംഭവത്തിന്റെ തുടക്കം തന്നെ അനിശ്ചിതത്വം നിറഞ്ഞതാണ്. ഇറാനിയൻ സ്രോതസ്സുകൾ പ്രകാരം ഒരു അമേരിക്കൻ F-15E സ്ട്രൈക്ക് ഈഗിൾ യുദ്ധവിമാനം ഇറാന്റെ ആകാശപരിധിക്കുള്ളിൽ തകർന്നു വീണു. അതിന്റെ പൈലറ്റിനെ കണ്ടെത്തുന്നതിനായി അമേരിക്കൻ സേന രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. ഈ തിരച്ചിലിന്റെ ഭാഗമായി അയച്ച ഒരു ശത്രുവിമാനം ഇറാനിയൻ പ്രതിരോധ സേന നശിപ്പിച്ചുവെന്നാണ് IRGC അവകാശപ്പെടുന്നത്. ഇസ്ലാമിക പോരാളികൾ ശത്രുവിമാനത്തെ തകർത്തു എന്ന വാക്കുകൾ ഔദ്യോഗിക പ്രസ്താവനകളിൽ ആവർത്തിക്കപ്പെട്ടു. ഇതുമാത്രമല്ല, മുംബൈയിലെ ഇറാനിയൻ കോൺസുലേറ്റ് ജനറൽ സാമൂഹ്യമാധ്യമമായ X വഴി പങ്കുവച്ച പോസ്റ്റും സംഭവത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കി. പുകയുയരുന്ന ഒരു പ്രദേശത്തിന്റെ ചിത്രമുൾപ്പെടുത്തിയ ഈ പോസ്റ്റിൽ തെക്കൻ ഇസ്ഫഹാനിൽ ഒരു അമേരിക്കൻ വിമാനം നശിപ്പിക്കപ്പെട്ടു എന്ന അവകാശവാദം ശക്തമായി ആവർത്തിക്കപ്പെട്ടു. ചിത്രത്തിന്റെ യാഥാർത്ഥ്യവും അതിന്റെ സമയപരിധിയും സംബന്ധിച്ച് സ്വതന്ത്ര സ്ഥിരീകരണം ലഭ്യമല്ലെങ്കിലും ഇത് വിവരയുദ്ധത്തിന്റെ ഭാഗമായേക്കാമെന്ന സംശയങ്ങളും ഉയർന്നു. അതേസമയം അമേരിക്കൻ വശത്തുനിന്നുള്ള പ്രതികരണം വളരെ വ്യത്യസ്തമായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയിൽ കാണാതായ പൈലറ്റ് സുരക്ഷിതനും ശബ്ദരഹിതനുമാണ് എന്നുറപ്പിച്ചു. ഈ പ്രഖ്യാപനം ഇറാനിയൻ അവകാശവാദങ്ങൾ പുറത്തുവന്നതിനും മിനിറ്റുകൾക്ക് ശേഷമാണ് ഉണ്ടായതെന്നത് ശ്രദ്ധേയമാണ്. അതായത്, ഒരേ സംഭവത്തെക്കുറിച്ച് രണ്ട് രാജ്യങ്ങൾ പരസ്പരം വിരുദ്ധമായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതാണ് ലോകം കണ്ടത്. ഇസ്ഫഹാൻ എന്ന സ്ഥലം തന്നെ ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഇറാനിലെ പ്രധാന സാംസ്കാരിക സൈനിക കേന്ദ്രങ്ങളിലൊന്നായ ഇസ്ഫഹാൻ നിരവധി സ്ട്രാറ്റജിക് സ്ഥാപനങ്ങൾ ഉൾക്കൊള്ളുന്ന മേഖലയാണ്. ഇത്തരമൊരു സ്ഥലത്ത് ഒരു വിദേശ യുദ്ധവിമാനം തകർന്നു വീണുവെന്ന അവകാശവാദം സത്യമായാൽ അത് ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളുടെയും US-ന്റെ സൈനിക പ്രവർത്തനങ്ങളുടെയും സ്വഭാവത്തെക്കുറിച്ച് വലിയ ചോദ്യങ്ങൾ ഉയർത്തും. ഈ സംഭവത്തെ വിലയിരുത്തുമ്പോൾ വിവരയുദ്ധം എന്ന ആശയം നിർണായകമാണ്. ആധുനിക സംഘർഷങ്ങളിൽ സൈനിക ശക്തിയോളം തന്നെ പ്രാധാന്യമുള്ളതാണ് വിവരനിയന്ത്രണം. ഒരു സംഭവത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്നതിനേക്കാൾ അതിനെ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതാണ് പലപ്പോഴും അന്താരാഷ്ട്ര പ്രതികരണങ്ങളെ സ്വാധീനിക്കുന്നത്. ഇറാൻ തങ്ങളുടെ വ്യോമ പ്രതിരോധശേഷി ശക്തമാണെന്ന് കാണിക്കാൻ ശ്രമിക്കുമ്പോൾ അമേരിക്ക സംഭവത്തെ കുറച്ച് ചെറുതായി കാണിക്കാനോ അല്ലെങ്കിൽ അതിന്റെ തീവ്രത കുറയ്ക്കാനോ ശ്രമിക്കുന്നതാകാം. ഇവിടെ മറ്റൊരു നിർണായക ഘടകമാണ് സമയസമന്വയം. ഇറാനിയൻ റിപ്പോർട്ടുകളും ട്രംപിന്റെ പ്രസ്താവനയും ഏകദേശം ഒരേ സമയത്ത് പുറത്തുവന്നത് രണ്ട് വശങ്ങളും വിവരനിയന്ത്രണത്തിൽ എത്ര ശ്രദ്ധ പുലർത്തുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. ഇത് യുദ്ധഭൂമിയിലെ ഏറ്റുമുട്ടലിനേക്കാൾ കൂടുതൽ നറേറ്റീവ് പോരാട്ടമാണെന്ന് പറയാം. ഇത്തരത്തിലുള്ള അവകാശങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതികരണങ്ങളുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം ഇതിനകം തന്നെ സംഘർഷഭരിതമാണ്. ഒരു യുദ്ധവിമാനം തകർന്നു വീണത് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മറ്റൊരു വിമാനം നശിപ്പിക്കപ്പെട്ടത് പോലുള്ള സംഭവങ്ങൾ ഈ സംഘർഷം കൂടുതൽ വഷളാക്കാനിടയാകും. പ്രത്യേകിച്ച് ഇത്തരം സംഭവങ്ങൾ തെറ്റിദ്ധാരണകളുടെ അടിസ്ഥാനത്തിൽ വലിയ സൈനിക പ്രതികരണങ്ങളിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. അതേസമയം സ്വതന്ത്ര സ്ഥിരീകരണത്തിന്റെ അഭാവം ഈ സംഭവത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പലപ്പോഴും ഇത്തരം റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കാൻ സമയമെടുക്കും. സാറ്റലൈറ്റ് ചിത്രങ്ങൾ, ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ, മറ്റു രാജ്യങ്ങളുടെ പ്രതികരണങ്ങൾ ഇവയെല്ലാം കൂടി മാത്രമേ യഥാർത്ഥ ചിത്രം വ്യക്തമാകൂ. അതുവരെ ലോകം കേൾക്കുന്നത് പരസ്പരം വിരുദ്ധമായ രണ്ട് കഥകളാണ്. ഈ സംഭവത്തിന്റെ മറ്റൊരു വശം മനുഷ്യപരമാണ്. ഒരു യുദ്ധവിമാനം തകർന്നു വീഴുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു മനുഷ്യന്റെ ജീവിതമാണ്. പൈലറ്റിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക, രക്ഷാപ്രവർത്തനത്തിന്റെ വെല്ലുവിളികൾ, ശത്രുപ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന സൈനികരുടെ അപകടങ്ങൾ ഇവയെല്ലാം ഈ സംഭവത്തിന്റെ മാനുഷിക വശത്തെ ഓർമ്മിപ്പിക്കുന്നു. ട്രംപ് പറഞ്ഞതുപോലെ പൈലറ്റ് സുരക്ഷിതനാണെങ്കിൽ അതൊരാശ്വാസകരമായ വാർത്തയായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാകുന്നതുവരെ ഈ സംഭവം ഒരു കേസ് സ്റ്റഡിയായി തുടരുന്നു. ആധുനിക യുദ്ധത്തിൽ വിവരങ്ങളുടെ പങ്ക് എത്രമാത്രമാണെന്ന് കാണിക്കുന്ന ഒരു ഉദാഹരണം. ഒരു ഭാഗത്ത് സൈനിക ശക്തി, മറുഭാഗത്ത് വിവരങ്ങളുടെ നിയന്ത്രണം, ഇവ രണ്ടും ചേർന്നാണ് ഇന്നത്തെ സംഘർഷങ്ങൾ രൂപം കൊള്ളുന്നത്. അവസാനമായി
ഇസ്ഫഹാനിലെ ഈ സംഭവം ഒരൊറ്റപ്പെട്ട സൈനിക സംഭവമല്ല. ഇതൊരു വലിയ ജിയോ പൊളിറ്റിക്കൽ പസിലിന്റെ ഭാഗമാണ്. ഓരോ അവകാശവും, ഓരോ പ്രസ്താവനയും, ഓരോ ചിത്രവും ഇവയെല്ലാം ചേർന്ന് ഒരു വലിയ കഥയെ നിർമ്മിക്കുന്നു. ആ കഥയുടെ യഥാർത്ഥ രൂപമെന്താണെന്ന് കണ്ടെത്തുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധയിൽ തുടരുന്ന ഒരു ചോദ്യമായി തുടരുന്നു.